നമ്മുടെ മൂഡ് മറ്റുള്ളവരുടെ കൈ കൊടുക്കാതിരിക്കാം. ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സാധനങ്ങളൊന്ന് ഓർത്താൽ മതി. ഒന്ന് തെർമോമീറ്റർ, വേറൊന്ന് തെർമോസ്റ്റാറ്റ്. എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുറിയിലെ ടെമ്പറേച്ചർ 30 ഡിഗ്രി എന്ന് വിചാരിച്ചാൽ തെർമോമീറ്ററിൽ നോക്കിയാൽ 30 അല്ലേ? ഇപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ 20 ആണെങ്കിലോ തെർമോമീറ്ററിൽ എന്താ 20. അതായത് പുറത്തെ ടെമ്പറേച്ചർ അതെങ്ങനെയാണോ അതുപോലെ കാണിക്കുന്നതാണ് തെർമോമീറ്റർ. എന്നാൽ വേറെ സംഭവം നേരത്തെ പറഞ്ഞില്ലേ, തെർമോസ്റ്റാറ്റ്. അത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ എ സി ഉള്ള റൂമിൽ അതിൽ തെർമോസ്റ്റാറ്റ് ഉണ്ടാവും. ഇപ്പോൾ റൂം ഇപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ പക്ഷേ നമ്മൾ തെർമോസ്റ്റാറ്റിൽ 22 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് വെറുതെ റൂം ഇപ്പോൾ 30 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞിരിക്കില്ല. റൂമിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് പരിശോധിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത 22 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിനെ അങ്ങ് പ്രവർത്തിപ്പിക്കും. അതായത് 22 എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം അതിനകത്തിട്ട്. അതായത് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് അവിടെ ചൂടാണെങ്കിൽ ഇവിടെ ചൂട്, ഇവിടെ തണുപ്പാണെങ്കിൽ ഇവിടെ തണുപ്പ്. അത് എൻവയോൺമെൻറ്റ് സാഹചര്യങ്ങളാണ് തെർമോമീറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ തെർമോസ്റ്റാറ്റ് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടു, അപ്പോൾ നമ്മളും ദേഷ്യപ്പെട്ടു. ഒരാൾ മോശമായി സംസാരിച്ചു, നമ്മുടെ മൂഡ് പോയി, നമ്മളെന്ത് ചെയ്തു, മോശമായിട്ട് സംസാരിച്ചു. വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന് സമാധാനമായി പോയി. ഒരു കമൻറ്റ് കണ്ടു, അയ്യോ ദിവസം മുഴുവൻ അപ്സെറ്റ്. അപ്പം നമ്മളെന്തായി, തെർമോമീറ്റർ. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറുമ്പോഴൊക്കെ നമ്മളും മാറണം. എന്നാൽ തെർമോസ്റ്റാറ്റ് അതുപോലെ ആയിരിക്കണം നമ്മൾ. മുന്നിലുള്ള ആൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അയാൾക്ക് മോശമായി സംസാരിക്കാം. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് തീരുമാനിക്കും, ഇയാൾ തീരുമാനിക്കും. അയാളുടെ ഇമോഷൻ അത് അയാളുടെ പ്രശ്നം. അത് എൻ്റെ ഇമോഷൻ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ തെർമോസ്റ്റാറ്റ്, എൻ്റെ മൂഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ വിട്ടാൽ ഞാൻ ഇളകൂല. ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതാണ് സെൽഫ് റെഗുലേഷൻ, അതാണ് പവർ. കാരണം മറ്റുള്ളവരെന്തു പറയുന്നു എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവരിനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. എന്നാൽ നമുക്ക് ആരെ കൺട്രോൾ ചെയ്യാം? നമ്മളെ. അത് അവരുടെ പെരുമാറ്റം നമ്മുടെ പെരുമാറ്റത്തെ കൺട്രോൾ ചെയ്യണമോ അത് നമുക്ക് തീരുമാനിച്ചൂടെ? അതുകൊണ്ട് എല്ലാ ദിവസവും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതല്ല. മനുഷ്യനല്ലേ ദേഷ്യം വരും, വിഷമം വരും. പക്ഷേ ഓരോ ഇമോഷൻ വരുമ്പോഴും അതിൻ്റെ സ്റ്റീറിംഗ് ഉണ്ടല്ലോ, അത് എപ്പോഴും ഇമോഷൻ്റെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് കൺട്രോൾ പോകണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്താൽ മതി. തെർമോമീറ്റർ ആണോ അതോ ഞാൻ തെർമോസ്റ്റാറ്റ് ആണോ? തെർമോമീറ്റർ പുറത്തുള്ള മൂഡനുസരിച്ച്, തെർമോസ്റ്റാറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന മൂഡനുസരിച്ച്. ഇനി പറ, നമ്മുടെ ജീവിതം എന്താണ് ആകേണ്ടത്? തെർമോമീറ്റർ ആണോ അതോ തെർമോസ്റ്റാറ്റ് ആണോ? നിങ്ങൾ കമൻറ്റ് ആ തീരുമാനം ഇവിടെ തുടങ്ങട്ടെ.